ഹലോ ഗൈസ്. സോ ഈ ഒരു ലേറ്റ് നൈറ്റ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ കഴിഞ്ഞ 20-ാം തീയതി ഗുരുവായൂർ വെച്ചിട്ട് എൻ്റെയും വിഷ്ണുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഫാമിലി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കുറച്ച് ഗസ്റ്റുകളാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, എനിക്കറിയാം നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും. സോ അപ്പം എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ എൻഗേജ്മെൻ്റ് ആയിക്കോട്ടെ, പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ മീഡിയ അലൗഡ് ചെയ്തില്ല. അല്ലെന്ന് വെച്ചാൽ ഞാൻ ആരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഫങ്ഷൻസ് നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വെച്ചിട്ട്, കാരണം എൻ്റെ വീട്ടിലായാലും അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ വന്നു പോകുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മയായാലും അനിയത്തിയായാലും അവർ വന്നു പോകുന്ന ആൾക്കാരാണ്. അവർക്കൊരിക്കലും സോഷ്യൽ മീഡിയയുടെ സൈബർ ബുള്ളിങ്ങോ ടോക്സിസിറ്റോ അറിയത്തില്ല. അതേപോലെ നമ്മുടെ വെഡ്ഡിങ്ങിന് വന്ന ആൾക്കാർക്കും അറിയത്തില്ല. ഇൻ കേസ് നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അവരായിക്കോട്ടെ, അവർക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ടോക്സിസിറ്റിയോ ബുള്ളിങ്ങോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എൻട്രി ഞങ്ങൾക്ക് ചെറിയ രീതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ബട്ട് കുഴപ്പമില്ല, അത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ആഫ്റ്റർ വെഡ്ഡിങ് ഫംഗ്ഷൻ എന്നാണ്, എവിടെ വെച്ചിട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ ജോബിൻ്റെ പാർട്ടാണ്. പക്ഷേ ആ ജോബിൻ്റെ പാർട്ടാണെങ്കിലും അത് എൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയോ പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനിത് വളരെ റിക്വസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നമ്മുടെ ആഫ്റ്റർ വെഡ്ഡിങ് ഫംഗ്ഷൻ മീഡിയ അലൗഡ് അല്ല, ഞങ്ങൾ മീഡിയ അറിയിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇപ്പം വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരുടെ പ്രൈവസി ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് എൻ്റെയും കൂടെ ആണ്. നമ്മൾ വിളിക്കുന്ന ഗസ്റ്റുകൾ അവരെ നമ്മൾ കുറച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് മീഡിയ അലൗഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കറിയാം നിങ്ങളുടെ ജോബാണ്, നിങ്ങളുടെ എല്ലാമാണ്, ഞാൻ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ബേസിക്കായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെയും എൻ്റെ ഫാമിലിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെയും പ്രൈവസി കുറച്ച് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പം ഞാൻ മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം 6 വർഷമായിട്ട് ഇപ്പം വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരുടെ പ്രൈവസി ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് എൻ്റെയും കൂടെ ആണ്. നമ്മൾ വിളിക്കുന്ന ഗസ്റ്റുകൾ അവരെ നമ്മൾ കുറച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് മീഡിയ അലൗഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കറിയാം നിങ്ങളുടെ ജോബാണ്, നിങ്ങളുടെ എല്ലാമാണ്, ഞാൻ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ബേസിക്കായിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെയും എൻ്റെ ഫാമിലിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെയും പ്രൈവസി കുറച്ച് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പം ഞാൻ മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം 6 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ നിൽക്കുന്നതാണ്. അപ്പം എനിക്ക് നിങ്ങളറിയാം, ഓക്കെ, സംസാരിക്കാം, ഒക്കെ എല്ലാം ഫൈനാണ്. പക്ഷെ ബാക്കി ഉള്ള റിലേറ്റ് ചെയ്ത ആൾക്കാരൊന്നും ഇതിൽ ഇല്ലാത്ത ആൾക്കാരാണ്. സോ അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഗൈസ്, താങ്ക് യു സോ മച്ച്.